ഒരു കൃഷി ബജറ്റ് കേരളത്തിന്, ഒരു കാർഷിക ബജറ്റ് കേരളത്തിന് അനിവാര്യമാണ്. ഏത് വകുപ്പിനെ തഴയുന്നതിനും വളരെ ശക്തിയോടെയാണ്, അതായത് വലിയ തോതിലാണ് കൃഷി വകുപ്പിനെ, കാർഷിക വകുപ്പിനെ തഴയുന്നത്. കാർഷിക വകുപ്പിനെ തഴയുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ 1975-76 കേരളത്തിലെ നെൽകൃഷി ചെയ്തിരുന്ന ഭൂമി എത്രയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? 8,76,000 ഹെക്ടർ. അത് ഇപ്പോൾ എത്രയുണ്ട് എന്നറിയാമോ? 1,93,000 ഹെക്ടർ. 8,76,000 ഹെക്ടറിൽ നിന്നാണ് നെൽകൃഷി ചെയ്യുന്ന ഭൂമി 1,93,000 ഹെക്ടറിലേക്ക്, അതിലും താഴെ 1,70,000 ഹെക്ടറിലേക്ക് മൂക്കുകുത്തിയതാണ്. അപ്പോഴാണ് കുടുംബശ്രീകൾ പാട്ടകൃഷി തുടങ്ങിയത്. അങ്ങനെ കുടുംബശ്രീകൾ പാട്ടകൃഷി തുടങ്ങിയത് കൊണ്ടാണ് 1,93,000 ഹെക്ടറിലേക്ക് അത് വർദ്ധിച്ചത്. അപ്പോൾ നെൽകൃഷി, അതായത് അന്നം ദൈവമാണ്, മറക്കണ്ട. നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് വായുവും വെള്ളവും അന്നവുമാണ് എന്ന കാര്യം നമുക്ക് മറക്കാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് നമുക്ക് എന്തുകൊണ്ട് പഴയതുപോലെ ആ നെൽകൃഷി, അതായത് തണ്ണീർത്തടങ്ങളൊക്കെ ഇല്ലാതെയായത്, നമ്മുടെ 44 നദികളും വറ്റി വരണ്ടു പോകുന്നത്, ഇവിടെ ഒരുപാട് ഇക്കോളജിക്കൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഇവിടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വളരെ വർദ്ധിച്ചു വരികയാണ്. അതായത് നിപ്പ വൈറസ് പോലെ, ഡെങ്കിപ്പനി പോലെയുള്ള വൈറസസൊക്കെ ഇതൊന്നും ഉണ്ടാകില്ലായിരുന്നു നമ്മുടെ തണ്ണീർത്തടങ്ങൾ നികത്തിപ്പോകാതെ നെൽകൃഷിയും ഒക്കെ നടത്തിയിരുന്നെങ്കിൽ ഈ പറയപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്താമായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞു പോയിക്കൂടെ? അങ്ങനെ ഒന്ന് തിരിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാർഷിക ബജറ്റ് അനിവാര്യമാണ്. കൃഷി ജോലി ചെയ്യുന്നവരെയും വൈറ്റ് കോളർ തൊഴിലാളികളായി കാണുന്ന ഒരു സംസ്കാരത്തിലേക്ക് നാം മാറണം. അത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. കാരണം നമുക്ക് ഇഷ്ടം പോലെ വിളവൈവിധ്യമുണ്ട്. ആ വിളവൈവിധ്യത്തിൽ നിന്ന് വാല്യൂ അഡീഷൻ, മൂല്യവർദ്ധനവ് നടത്തുകയാണെങ്കിൽ നിരവധി തരം വ്യവസായങ്ങൾ, വളരെ വലിയ സാങ്കേതിക മികവുള്ള വ്യവസായങ്ങൾ കേരളത്തിൽ സാധ്യമാണ്. അതിലൂടെ ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള എൻജിനീയേഴ്സിനും ഒക്കെ AI-ക്കാർക്കും ഒക്കെ വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ തന്നെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ കേരളത്തിനൊരു ബജറ്റ് വേണം. വലിയ തോതിൽ ആ ബജറ്റ് വഴി കൃഷിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. കൃഷിയിൽ എന്ന് വെച്ചാൽ ഉൽപ്പാദനത്തിൽ മാത്രമല്ല, ആ ഉൽപ്പന്നങ്ങളുടെ വാല്യൂ അഡീഷനിൽ. നമുക്കറിയാം 2016-17 നമ്മുടെ മന്ത്രി തോമസ് ഐസക്ക്, ധനമന്ത്രി, ഒരു പ്രഖ്യാപനം നടത്തി റബ്ബർ കർഷകരെ സഹായിക്കാൻ വേണ്ടി സിയാൽ മോഡലിൽ ഒരു കമ്പനി കൊണ്ടുവരുമെന്ന്. എന്താ സിയാൽ മോഡൽ കമ്പനി എന്ന് പറഞ്ഞാൽ? അതായത് കൊച്ചിൻ എയർപോർട്ട് അതെന്നും ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ലാഭത്തിൽ ഓടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കമ്പനി കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എന്താണ്, ഇതുവരെ ആ കമ്പനി ഒന്നും കര തൊട്ടിട്ടില്ല. അതിപ്പോഴും ശൈശവ ദശയിൽ തന്നെ കിടക്കുകയാണ്, ഏട്ടിലെ പശുവായി കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സിയാൽ മോഡൽ കമ്പനി കൊണ്ടുവരിക. ഇപ്പോൾ റബ്ബർ കർഷകരുടെ സ്ഥിതി നമുക്കറിയാം. 170 രൂപയ്ക്ക് താഴെ പോയാൽ ആ ഡിഫറൻസ് ഗവൺമെൻറ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഒന്നും കൊടുക്കുന്നില്ല. തന്നെയല്ല, തറവില 250 രൂപയാക്കുമെന്നാണ് ഇലക്ഷൻ മാനിഫെസ്റ്റോ. എവിടെ പോയി മാനിഫെസ്റ്റോയിലെ പ്രഖ്യാപനം? ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചോദിക്കാൻ കഴിയണമെങ്കിൽ നമുക്കൊരു കാർഷിക ബജറ്റ് ഉണ്ടാകണം. അങ്ങനെ ഒരു കാർഷിക ബജറ്റ് ഉണ്ടായാൽ മാത്രം പോരാ. ആ കാർഷിക ബജറ്റിൽ കൃഷിയെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടി, വ്യാവസായികമായി നയിക്കാൻ വേണ്ടി ഒക്കെ വേണ്ടത്ര പണം സ്വരൂപിക്കണം. എന്ന് വെച്ചാൽ ഒരു കർഷക നിധി തന്നെ സൃഷ്ടിക്കണം. ശമ്പള പരിഷ്കരണം നടത്തുന്നത് പോലെ ഒരു പരിഷ്കരണം നടത്തിക്കൊണ്ട് എല്ലാ വർഷവും ഈ കൃഷിനിധിയിലേക്ക് കൂടുതൽ ഫണ്ട് ഉൾക്കൊള്ളിച്ച് ആ ഫണ്ട് ഉപയോഗിച്ച് അതിൻ്റെ വാല്യൂ അഡീഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും, അതുപോലെ മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ഊന്നിയാൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ അടുത്ത തലമുറ, നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ കേരളം വിട്ട്, ഇന്ത്യ വിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജീവനോപാധി തേടി പോകുന്നത് നമുക്ക് നിർത്താൻ പറ്റും. അവരെ നമുക്ക് ഇവിടെ തന്നെ നിർത്താൻ പറ്റും. അതിനുള്ള സാഹചര്യം നാം സൃഷ്ടിച്ചു കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ അതിനൊക്കെ നമുക്ക് ചെറുധാന്യ വിപ്ലവം ഇവിടെ വേണം. പോഷകാഹാര ദാരിദ്ര്യം ഇല്ലാതെയായിരിക്കണം. ജെറിയാട്രി വലിയ പ്രശ്നം, അതായത് വയോജനങ്ങൾ ഒരു വലിയ തോതിലാണ് വയോജനങ്ങളുടെ, അതായത് നമുക്കറിയാം 2030 ആകുമ്പോഴേക്കും നമ്മുടെ കേരളത്തിൻ്റെ ജനത്തിൻ്റെ 25% വയോജനങ്ങളായിരിക്കും, 60-ൽ മുകളിലുള്ളവർ. അപ്പോഴൊക്കെ നമുക്ക് ഇത്തരം ഒരു സാഹചര്യം,
അത്യാവശ്യമാണ്. അവരെയൊക്കെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ, കംഫർട്ടബിളായിട്ടുള്ള ഒരു ജീവിതം അവർക്കൊക്കെ അഷ്യൂർ ചെയ്യാൻ കഴിയണമെങ്കിൽ സാങ്കേതികമായി കാർഷിക മേഖലയെ നാം സാങ്കേതികമായി ഉയർത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു കൃഷി ബഡ്ജറ്റ് അത്യാവശ്യമാണ്. ഇപ്പോഴത്തെ അരിവില അതിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാകട്ടെ. കേരളം ഏതൊക്കെ തരത്തിൽ സെൽഫ് സഫിഷ്യൻ്റ് ആയാലും ഒരു രാജ്യം ഭക്ഷ്യപരമായിട്ട് സെൽഫ് സഫിഷ്യൻ്റ് അല്ലെങ്കിൽ നമുക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആകാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ കാർഷിക മേഖലയിലുണ്ടാകുന്ന വളർച്ച, മൊത്ത വളർച്ച നമുക്ക് മറ്റെവിടെ നിന്ന് വേണമെങ്കിലും അരിയോ മറ്റു ഉൽപ്പന്നങ്ങളോ വാങ്ങാനുള്ള സഹായകരമായ ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. അരിവില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവൻ്റെ നെഞ്ചത്തടിക്കാതെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതുപോലെ 13 ഇനങ്ങളും സിവിൽ സപ്ലൈസ് വഴി നിറച്ച് കൊണ്ടുവരിക. അത് സാധാരണക്കാർക്ക് കൊടുത്ത് അവരുടെ ബുദ്ധിമുട്ട് അകറ്റാൻ, അരിവിലയെ താഴേക്ക് കൊണ്ടുവരാൻ ഗവൺമെൻറ് സത്വരമായി ശ്രമിക്കണം. അല്ലാത്ത പക്ഷം ജനം ഇലക്ഷന് നൽകുന്ന അടി വലിയ ആഞ്ഞ അടിയായിരിക്കും. ആ അടി കൊണ്ട് വീഴുന്നത് നമ്മുടെ MT വാസുദേവൻ നായരുടെ വാക്കുകൾ കൊണ്ട് വീണതിനേക്കാൾ വലിയ വീഴ്ചയായിരിക്കും സർക്കാരിനുണ്ടാകുന്നത് എന്നത് ഓർമ്മയിലിരിക്കട്ടെ.